കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കാണാതായതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങളെപ്പറ്റി പറയാനാണ് ആദ്യമേ ഇങ്ങനൊരു പഴഞ്ചൊല്ല് പറഞ്ഞത്. പഴഞ്ചൊല്ലും ഈ വാർത്തയ്ക്കും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നിങ്ങൾ തന്നെ ഊഹിക്കുമല്ലോ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി തുറന്നു പറഞ്ഞ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കൊടുക്കാൻ പുതിയ ആരോപണവുമായി ആരോഗ്യവകുപ്പ് രംഗത്തെത്തി കഴിഞ്ഞു. യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയ ഉപകരണം കാണാതായെന്ന് ഉപസമിതി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് വിശദീകരിച്ചു. 20 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഓസിലോസ്കോപ്പ് എന്ന ഉപകരണമാണ് യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കാണാതായത്. ശശി തരൂർ MP-യുടെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചതാണ് കാണാതായ ഉപകരണം. യൂറോളജി വകുപ്പിൽ ചില ഉപകരണങ്ങൾ ബോധപൂർവം കേടാക്കിയെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിലെ ഉപകരണങ്ങൾ സംബന്ധിച്ച കാര്യത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കാനും വകുപ്പ് തല അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്താനായില്ലെങ്കിൽ പോലീസ് അന്വേഷണം വേണമെന്ന വിലയിരുത്തലിലാണ് ആരോഗ്യവകുപ്പ്. ഡോക്ടർ ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് സ്വാഭാവിക നടപടിയാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇതൊരു നടപടിക്രമം മാത്രമാണ്. പെരുമാറ്റച്ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണിത്. അച്ചടക്ക ലംഘനം ഉണ്ടായിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിൽ ഏറെ ശുപാർശകളുണ്ടെന്നും മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോടായി പറഞ്ഞു. അതേസമയം ഡോക്ടറെ മോഷണക്കേസിൽ കുടുക്കാനുള്ള ശ്രമമാണ് അന്വേഷണം എന്ന പേരിൽ നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സത്യം പറഞ്ഞ് ഡോക്ടറെ ക്രൂശിക്കുന്നു. മോഷണക്കേസിൽ പോലും ഡോക്ടറെ പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. ആരോഗ്യമന്ത്രിക്ക് പറഞ്ഞ വാക്കിന് വിലയില്ല, വാക്കു പാലിക്കുന്നില്ലെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. എന്തായാലും ഡോക്ടർ ഹാരിസ് നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളെയും അദ്ദേഹത്തിനെതിരെയുള്ള നടപടികളെയും കൂടുതൽ സങ്കീർണമാക്കുന്നതാണ് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ. യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ അഭാവം മൂലം നിരവധി ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുന്നു എന്നതായിരുന്നു ഡോക്ടർ ഹാരിസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ച പ്രധാന ആരോപണം. ഇത് വലിയ ചർച്ചകൾക്ക് വഴിതെളിക്കുകയും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. തുടർന്ന് ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ഡോക്ടർ ഹാരിസിൽ നിന്ന് വിശദീകരണം തേടുകയും ചെയ്തു. ഇപ്പോൾ മന്ത്രിയുടെ പുതിയ വെളിപ്പെടുത്തൽ കാണാതായ ഉപകരണത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. ഈ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടർ ഹാരിസിന് നൽകിയ നോട്ടീസ് പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ടതാണെന്ന് മന്ത്രി ആവർത്തിക്കുമ്പോഴും ഉപകരണങ്ങൾ കാണാതായതിനെക്കുറിച്ചുള്ള അന്വേഷണം മുന്നോട്ടു പോകണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വ്യക്തമായ നയങ്ങളും നടപടിക്രമങ്ങളും ഉറപ്പുവരുത്തണം. ആരോഗ്യ മേഖലയിലെ വിശ്വാസ്യത നിലനിർത്തുന്നതിന് സുതാര്യമായ പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. എന്നാൽ സിസ്റ്റത്തിന്റെ പിഴവിനെ ഗതികേടുകൊണ്ട് ചൂണ്ടിക്കാണിച്ച ഒരു സത്യസന്ധനായ ഡോക്ടറെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇടത് സർക്കാർ ഇപ്പോൾ നടത്തുന്നത് തരം താണ രാഷ്ട്രീയ കളിയെന്ന് പറയേണ്ടി വരും.